ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് നമ്മൾ ഓണം സ്പെഷ്യൽ ഗിവ് അവേ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഗിവ് അവേന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയേണ്ട, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ. പിന്നെ ഓണമാണ്, നമുക്കൊന്നും കാര്യമായിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കൊറോണയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കോളേജിൽ സെലിബ്രേഷൻ ഒന്നും ഇല്ല, എല്ലാവരും വീട്ടിൽ തന്നെ. അതെ, പക്ഷേ വീട്ടിൽ പോലും പോകാൻ പറ്റാതെ ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ നമുക്ക് വേണ്ടി ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ട്രിബ്യൂട്ടായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത്. നമ്മുടെ ഭൂമിയിലെ മാലാഖമാർക്ക് വേണ്ടി ഞങ്ങൾ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതെ, ഭൂമിയിലെ മാലാഖമാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ ആർട്ട് വർക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാൻവാസിലാണ്. പിന്നെ അവിടെ ഒരു പ്ലെയിൻ വൈറ്റ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുള്ള ഇമേജ് ഒന്ന് ട്രേസ് ഔട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇങ്ങനെ ട്രേസ് ഔട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഇമേജ് കംപ്ലീറ്റ് ട്രേസ് ഔട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടി വെച്ചിട്ട് ഒരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ വാൾ പുട്ടി നമുക്ക് വെള്ളത്തിൽ കലക്കിയെടുക്കണം. ഇനി അത് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാനുള്ള വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് അതൊരു പേസ്റ്റ് രൂപത്തിലാവുന്ന പോലെ ഒരു പേസ്റ്റ് പരുവമായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പുട്ടിയും ബ്രഷും യൂസ് ചെയ്തിട്ട് ആ ക്യാൻവാസിൽ ഒരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഒരു പെയിൻറ് സാധാരണ അടിച്ചു കൊടുക്കണതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. അപ്പോൾ ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ പുട്ടി വെച്ചൊരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് വിങ്സിൻ്റെ പോർഷനാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു നിൽക്കേണ്ട ഭാഗമാണ് വിങ്സിൻ്റെ പോർഷൻ. അപ്പോൾ നമ്മൾ അവിടെ കൂടുതലായിട്ട് പുട്ടി ആഡ് ചെയ്ത് ഒരു 3D എഫക്റ്റ് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ പോർഷൻ ചെയ്യാനുണ്ട്. നമ്മളൊരു അക്വാ ഗ്രീൻ ഷെയ്ഡ് എടുത്തിട്ട് അത് പുട്ടിയിൽ മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ചെയ്ത് കൊടുക്കുന്നത്. പുട്ടിയിൽ മിക്സ് ചെയ്ത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡ്രസ്സിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് മാസ്ക് ആണ്. അപ്പോൾ മാസ്കിൻ്റെ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു സ്കൈ ബ്ലൂ കളറും ഒരു റോയൽ ബ്ലൂ ഷെയ്ഡും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പുട്ടിയിൽ മിക്സ് ചെയ്തിട്ട് നേരത്തെ ഡ്രസ്സിൽ ചെയ്തതുപോലെ തന്നെ ബ്രഷ് യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കാം. മാസ്കിൽ നമുക്കിവിടെ ഒരു സൂപ്പർമാൻ ലോഗോ ഉണ്ട്. അതിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് റെഡും യെല്ലോയും ആണ്. ഞാനിവിടെ ഫസ്റ്റ് റെഡ് ഷെയ്ഡ് പുട്ടിയിൽ മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. യെല്ലോ ഷെയ്ഡ് ഞാൻ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ആ ഒരു എസ് ആണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കേണ്ടത്. ഇനി നമുക്ക് പേൾ ബ്ലാക്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഹെയറും ഐബ്രോസും ആ ഒരു നെക്കിൻ്റെ പോർഷനൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗോൾഡൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് വിങ്സ് ഒക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഗോൾഡൻ ഷെയ്ഡ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും വിങ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി ഞാൻ സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് ഇവിടെ ഏഞ്ചൽസ് വിത്ത് ഇൻവിസിബിൾ വിങ്സ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് പേൾ ബ്ലാക്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം.
അതിനുശേഷം ഞങ്ങളിവിടെ ഓണാശംസകളെന്ന് ഓൾറെഡി പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കാർബൺ പേപ്പർ വെച്ച് ഒന്ന് ട്രേസ് ഔട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കത് യെല്ലോ ഷെയ്ഡ് കൊടുക്കാം. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് പുട്ടി വെച്ചിട്ട് ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഞാൻ ബ്രഷോ അല്ലെങ്കിൽ സ്പോഞ്ചോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സിൽവർ കളറിലെ പെയിന്റ് എടുത്തിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഗോൾഡനും സിൽവർ കളറും കൂടെ വരുമ്പോഴത്തേക്കും ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കും, നല്ല ഭംഗിയായിരിക്കും എടുത്ത് നിൽക്കും. നമുക്കെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ഓണാശംസകൾക്ക് ഒരു പേൾ ബ്ലാക്ക് ഷെയ്ഡ് കൊണ്ടൊന്ന് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ നമുക്ക് വേറെ ഇമേജസ് ഒക്കെ വെച്ച് ആർക്കെങ്കിലും അവരുടെ പോർട്രേറ്റ് ഒക്കെ ചെയ്ത് ഗിഫ്റ്റൊക്കെ ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇന്നത്തെ ഗിവ് അവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ വീഡിയോയിൽ കണ്ട ആ സെയിം ആർട്ട് വർക്കാണ് നമ്മൾ ഗിവ് അവേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ആ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് റാൻഡം ആയിട്ടൊരു കമൻറ്റ് പിക്ക് ചെയ്തെടുത്ത് അയാൾക്കായിരിക്കും ഞങ്ങൾ ഇത് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഇവിടെ കാണിച്ചേക്കാം. ഇൻസ്റ്റാഗ്രാമിലായിരിക്കും ഞങ്ങൾ വിന്നറിനെ അനൗൺസ് ചെയ്യണത്. കമ്മ്യൂണിറ്റി ടാബില്. അതെ, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബിലും നമ്മൾ ആ നെയിം മെൻഷൻ ചെയ്യും ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇന്നത്തെ ഗിവ് അവേയിൽ എല്ലാവരും കമൻറ്റ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്തായാലും ഞങ്ങൾക്ക് കമൻറ്റിൽ പറയുക. അപ്പോൾ ഐ ക്രിയേറ്റീവിൻ്റെ വ്യൂവേഴ്സിനും സപ്പോർട്ടേഴ്സിനും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.